ഹലോ, ഉത്രാടപ്പാച്ചിലിന് മുമ്പേ തന്നെ ഞങ്ങൾ പാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഓണക്കോടി എടുക്കാനായിട്ട് പോവുകയാണ്. പതിവില്ലാതെ താഴെയൊക്കെ കണ്ണെഴുതിയത് കൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ എവിടെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ണുമിഴിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊന്നും മൈൻഡ് ആക്കണ്ട. എനിക്ക് തോന്നുന്നു ഞാനും അമ്മയും അങ്ങനെ ഓണക്കോടി പർച്ചേസിങ്ങിനായിട്ട് അങ്ങനെ പോയിട്ടേ ഇല്ല. കഴിഞ്ഞ വട്ടം തന്നെ ഞാനും ചേട്ടനുമാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഡെങ്കു ആയിപ്പോയി. ഓണത്തിന് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹത്തിനൊക്കെ ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് തീരെ വയ്യണ്ടായി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഡെങ്കു എന്ന് മനസ്സിലായത്. അപ്പച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് കൊണ്ടു തന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ചിപ്സ് ഒക്കെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ഇതിനെന്തോ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോയത് ഫിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തൊക്കെ പേക്കോലോണെ കാണും. ഞാൻ മുമ്പ് പറഞ്ഞ കണ്ണുവഴി മിക്കവാറും ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ മസ്കാരയൊക്കെ ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇത് എന്റെ കസിന്റെ വീടാണ്. കസിന്റെ വൈഫ് ന്യൂസ് റീഡർ ആണ്. ആള് മാതൃഭൂമിയിലായിരുന്നു, ഇപ്പൊ ന്യൂസ് 18-ലാണ്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും. ശ്രീജ എന്നാണ് പേര്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എഫ് ലോഞ്ചിലേക്കാണ് പോയത് ചേട്ടന് ഷർട്ട് എടുക്കാനായിട്ട്. തന്നെ എടുത്തോളാന്ന് ആകുന്ന പറഞ്ഞ പിന്നെ ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് ഞങ്ങൾ തന്നെ എടുത്തുന്നേ. അവിടുന്ന് നേരെ ഞങ്ങൾ വേറൊരു കടയിലേക്ക് പോയി. ആലപ്പുഴയിലുള്ളവർക്ക് ഈ ഒരു പാർക്കിംഗ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അത് SM-ലേക്ക് തന്നെയാണ് വന്നത്. അവിടുന്ന് അച്ഛനും അമ്മൂമ്മയ്ക്കും ഒക്കെ മുണ്ടെടുത്തു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽ വേണമായിരുന്നു, അതും എടുത്തു. കുറച്ചധികം കാരണത്താലാണ് എനിക്ക് SM വരാൻ ഇഷ്ടമില്ലാത്തത്. അതിലൊരു കാരണമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ബില്ലിങ്ങിൽ 2 പേരേ ഉള്ളൂ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്റ്റെപ്പ് വരെ ഉണ്ടായി. പിന്നെ അവിടുത്തെ സർവീസും കാരണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വലിയ താല്പര്യം. അമ്മയൊക്കെ പിന്നെ പണ്ടോട്ടേ ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ കോഫി ഹൗസിലേക്കാണ് പോയത്. കോഫി ഹൗസിൽ ചെന്നപ്പോഴാണ് SM-ലുള്ള പകുതി മുക്കാലും പേരും ഇവിടെ ഉണ്ടായത്. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും അങ്ങ് പോയായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് ആൾക്കാർ വന്നത്. അതുകൊണ്ട് ഭാഗ്യക്കൊക്കെ ഈ ചൂട് പൊറോട്ട കഴിക്കാന്നൊക്കെ പറഞ്ഞ അത് നല്ല കിടിലൻ ചൂട് പൊറോട്ടയായിരുന്നു. സാനിയ വണ്ടിയിലായിരുന്നു വന്നിരുന്നത്. അമ്മയ്ക്ക് അങ്ങനെ സീമാസി പോകുന്ന വഴിയാണെങ്കിൽ വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാനിയുടെ പുറകെ പോക്കാൾ. അവിടെ നിന്നാണെങ്കിൽ സാനിയെ പിന്നെ കാണാനില്ല. അവളാണ് തുമ്പി പോകുന്ന പോലെ അങ്ങ് പോവുകയും ചെയ്ത്. സീമാസിയിൽ നിന്നൊന്നും കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ കൃഷ്ണാസിലേക്കാണ് പോയത്. പോകുന്ന വഴി ഒരാൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. അങ്ങനെ നമ്മൾ കൃഷ്ണാസിലേക്ക് എത്തി. കൃഷ്ണാസിലെത്തി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അങ്ങ് പുറത്തു വന്നു. പിന്നെ എന്താ സാനിയുടെ മേത്ത് ബാധ കയറിയത് പോലെയായിരുന്നു. എന്നെ ഇട്ട് വെറൈറ്റി സ്റ്റൈലിൽ ഒരുക്കുന്നു. ആ ഒരുക്കിയതാണ് പിന്നെ ഒന്നും പറയുകയേ വേണ്ട. കൃഷ്ണാസിലെത്തിയപ്പോഴത്തേക്കും ശ്രീ നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും പിന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമ്മളതൊക്കെ മാനേജ് ചെയ്ത് നിന്നു. ഈ തിക്കിലും തിരക്കിലും ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ മാക്സിമം നോക്കി നടക്കുക. കയ്യിലൊരു കുഞ്ഞുണ്ടെന്ന് ശ്രദ്ധ വേണം. ഇത് പറയാനൊരു കാര്യമുണ്ട്. ഒരു ചേച്ചി കൊച്ചുമായിട്ട് പുറകോട്ട് നോക്കി വന്ന് എന്നെ അങ്ങ് ഇടിച്ചു തള്ളിയിട്ടു. എന്റെ സ്ഥാനത്ത് പോലെ തൂണായിരുന്നെങ്കിലും. അങ്ങനെ കൃഷ്ണാസിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ആകെ മേടിച്ചത് ഒരു നൈറ്റ് വെയർ ആയിട്ടുള്ള ടീഷർട്ട് മാത്രമാണ്. ഇതിൽ നിന്ന് എനിക്കും അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് പറ്റിയ ഡ്രസ്സ് എത്ര കടയിൽ കയറിയാലും ഇനി കിട്ടാൻ പോകുന്നില്ല. അത് ആലപ്പുഴയിലുണ്ടെന്ന് തോന്നില്ല. എനിക്ക് പൊതുവെ കുറച്ചുകൂടെ ലൂസായി കിടക്കുന്ന ടീഷർട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊതുവെ ബോയ്സിന്റെ ടീഷർട്ടേ വാങ്ങാറുള്ളൂ. അതിൽ തന്നെ മീഡിയം ആണെങ്കിലും XXL ആണെങ്കിലും ഞാനിടും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട്. പക്ഷെ ഞാൻ ചെല്ലുന്ന കട ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവര് ആ മെൻസിന്റെ തന്നെ എക്സ്ട്രാ സ്മോൾ സൈസാണ് എടുത്തു തരാം. ഫൈനലി ഈ കടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി മാധവിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങി. നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല മഴയും പെയ്തു. ഈ പട്ടി സാറാണ് ഞങ്ങളെ നോക്കിയിട്ട് ഭയങ്കര കൊരയായിരുന്നു. അമ്മയാണ് റെയിൻകോട്ട് ഇട്ട പാശം പേടിച്ചു പോയെന്ന് തോന്നുന്നു. പിന്നൊന്നും കിടന്ന് കുറച്ചില്ല. സത്യം പറയാലോ, ഞങ്ങൾക്ക് 2 പാച്ചിലുണ്ടായിരുന്നു. പൂരാടപ്പാച്ചിലും ഉണ്ടായിരുന്നു, ഉത്രാടപ്പാച്ചിലും ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് അതിലപ്പുറം ഓട്ടമായിരുന്നു. എനിക്കാണ് പിറ്റേ ദിവസം ഷൂട്ടുള്ളതുകൊണ്ട് ഒരു കുപ്പിയോളം വേണമായിരുന്നു കറുത്തത്. അത് വാങ്ങാനായിട്ടാണ് നമ്മുടെ അടുത്തുള്ള ഈ കടയിലേക്ക് തന്നെ വന്നത്. പക്ഷെ ആ വള ഫുള്ള് മിക്സ്ഡ് ആയിരുന്നു. പല പല സൈസ് ഉണ്ടായിരുന്നു. എല്ലാവരും എടുത്തിട്ട് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരുവിധം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. എല്ലാ കടയിലും ഇൻവിസിബിൾ ചെയ്യുന്ന കുറെ കളക്ഷൻ കിടപ്പുണ്ട്. എനിക്കെന്തോ ആ ടൈപ്പ് മാല ഇഷ്ടപ്പെട്ടിട്ടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂരാടപ്പാച്ചിൽ അങ്ങ് തലേ കയറി. പൂരാടത്തിന്റെ അന്ന് എനിക്ക് നല്ല പണി കിട്ടി. വീടൊക്കെ ക്ലീൻ ചെയ്യണമായിരുന്നു. അതാവുമ്പോ പിന്നെ സ്വസ്ഥമായിട്ട് ഉത്രാടത്തിന് സാധനം മേടിക്കാനൊക്കെ പോകാമല്ലോ. പക്ഷേ എനിക്ക് തെറ്റി. ഒരു ദിവസം കൊണ്ട് ഞാൻ ക്ലീൻ ആക്കിയത് ഹാള് മാത്രമാണ്. കാരണം ഞാൻ തൂത്ത് തുടയ്ക്കാനല്ല നിന്നത്. ഞാൻ ഫുൾ അങ്ങോട്ട് കഴുകി. പൈപ്പും വെള്ളവും ഒക്കെ ആയിട്ട് സോപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് കഴുകി. ഇപ്പൊ നമ്മുടെ വീടിന് വേറൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായി കണ്ണനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവന്റെ ഐലാഷസ് കാണുമ്പം എനിക്കെപ്പോഴും അസൂയാണ് തോന്നാറ്. ഒരു ഗേളായ എനിക്കില്ല, പക്ഷെ അവനതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കും ഒരു അത്തപ്പൂ തട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ തട്ടിക്കൂട്ടി എന്ന് പറയാനൊരു കാര്യമുണ്ട്. കാരണം തലേദിവസം നല്ല കട്ടിപ്പണി ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കാനേ വയ്യായിരുന്നു. അതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ് ഒരു അത്തപ്പൂ സെറ്റാക്കിയത്. അടുത്ത വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.